ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു ബീഫ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായി ഫ്രൈ പാൻ നമ്മൾ ചൂടാക്കി പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ഒരു ഉണക്കനാരങ്ങ, 2 വറ്റൽമുളക്, പെരിഞ്ചീരകം ഇതെല്ലാം ചൂടാക്കി നമ്മൾ മിക്സിയിൽ പൊടിച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, അറബിക് മസാല പൗഡർ ഇതെല്ലാം മാറ്റി വയ്ക്കുക. ബീഫ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കല്ലുപ്പിട്ട് ഈ ഉണക്കനാരങ്ങ ചേർക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ച 1/2 സ്പൂൺ നമ്മളുടെ സ്പൈസസ് പൗഡർ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, അറബിക് സ്പൈസ് പൗഡർ ഇതെല്ലാം കൂടി ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ചേർത്ത് മല്ലിയില, പുതിനയില, അരമുറി തക്കാളിയും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പ്രഷർ കുക്കറിൽ നമ്മളൊരു 4 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഓഫാക്കി വയ്ക്കാം. അതേസമയം നമ്മൾ അടുത്ത പാനിൽ നമ്മൾ വെള്ളമെടുത്ത് അതിലേക്ക് ഒരു 2-4 തുള്ളി ഒരു ഓയിലും, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതിലേക്ക് 4 പച്ചമുളക് ഇട്ട് വെള്ളം നന്നായി തിളയ്ക്കാൻ അനുവദിക്കുക. അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, സാജീര ഇതെല്ലാ സ്പൈസസും ഇതിലേക്ക് ഇടുക. അരമുറി ലെമൺ സ്ക്വീസ് ചെയ്ത് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് റൈസ് വേവിക്കാനുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് റൈസിന് ആവശ്യമായ ഉപ്പ് എത്ര വേണം ആദ്യം കുറച്ച് ചേർക്കുക, പിന്നീട് ആവശ്യമെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു തവിയെടുത്ത് നമുക്ക് ഇതിലേക്ക് ഉണക്കനാരങ്ങയും കൂടി ചേർത്ത് ഞാൻ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഇതിൻ്റെ എല്ലാ പൗഡറും ഇതിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു തവിയെടുത്ത് നമുക്ക് ഇളക്കാവുന്നതാണ്. ഇളക്കി നമ്മളിത് നന്നായി തള വരുമ്പോഴാണ് നമ്മൾ റൈസ് മാറ്റി വെച്ചിരിക്കുന്ന റൈസ്, അതായത് നമ്മൾ ആദ്യം റൈസ് നീളമുള്ള ബസുമതി റൈസ് നമ്മൾ ഒരു 15 മിനിറ്റ് നമ്മൾ കുതിർത്തി വെക്കണം. നല്ല നീളമുള്ള അരിയാണ് എടുക്കേണ്ടത്. അപ്പോൾ കുതിർത്തി വെച്ച റൈസ് ഈ തള വരുമ്പോൾ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫിന്. 70% കുക്കായതിന് ശേഷം നമ്മൾ ഈ റൈസ് ഇതിൽ നിന്ന് ഒരു അരിപ്പ കയ്യിൽ വെച്ച് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. റൈസ് മാറ്റി ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം. അതുപോലെ ബീഫും സെപ്പറേറ്റ്, ബീഫ് സ്റ്റോക്ക്, ബീഫ് സെപ്പറേറ്റ് നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ എടുത്ത് ഒരു 1.5 സവാള, 4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, ക്യാപ്സിക്കം ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല, നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിന് ചേർക്കാം. അതുപോലെ ഇതിൽ ഞാൻ സ്പൈസസ് പൗഡർ, അരമുറി തക്കാളി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരുപാട് വഴറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ 70% കുക്കായ റൈസ് നമ്മൾ ഇതിലേക്ക് ചേർക്കുക. ബീഫിൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ, അപ്പോൾ ആ ബീഫ് സ്റ്റോക്ക് ഇതിലേക്ക് ഒരു തവി കൊണ്ട് എടുത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ലെയർ ബൈ ലെയറായിട്ട് മാറ്റി വെച്ച് നമ്മുടെ ബീഫ് ഇത്തിരി അറബിക് സ്പൈസ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് നമ്മൾ തിരുമ്മി ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തായിരുന്നു. ഒത്തിരി ഫ്രൈ ചെയ്യണ്ട. എന്നിട്ട് ഈ പച്ചമുളക് ഒരു 5 എണ്ണം ഇതിലേക്ക് കുത്തി വയ്ക്കുക. ഇതിൻ്റെ മേലെ നമ്മൾ ആ സോട്ട് ചെയ്ത് ചെറിയ ഓയിൽ ഇച്ചിരി ഫ്രൈ ചെയ്ത, ഒത്തിരി ഓയിൽ വേണ്ട, നമുക്ക് ഈ ഫ്രൈ ചെയ്ത ബീഫ് അതിലേക്ക് നിരത്തി വയ്ക്കുക. ഇങ്ങനെ ലെയർ ബൈ ലെയറായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് അവസാനത്തെ ലെയർ ബീഫ് ആയതിനു ശേഷം നമ്മൾ ഈ ബീഫ് സ്റ്റോക്കും ചേർത്ത്, ഒട്ടും വെള്ളം കൂടില്ല. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഒരു അടപ്പുള്ള പാത്രത്തിൻ്റെ അടപ്പാണ്. അപ്പോൾ ആ അടപ്പിലേക്ക് നമ്മളൊരു ചാർക്കോൾ കത്തിച്ച് വെച്ച് അതിലേക്ക് ഒരു തുള്ളി ഓയിൽ ഒഴിച്ച് നമ്മൾ ആ ഫ്ലെയിം, അതിൻ്റെ ആ ചാർക്കോളിൻ്റെ ആ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് റൈസിലേക്ക് ഇറക്കി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് ഇത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ലിഡ് മൂടി വയ്ക്കുക. അതേസമയം നമുക്കപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സോസ് ഉണ്ടാക്കാം. അപ്പോൾ ആ ഫ്ലെയിം നമ്മൾ ചെറുതായിട്ട് വേണം വെക്കാനായിട്ട് ഈ റൈസിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സോസിന് ആവശ്യമായ തക്കാളി, പച്ചമുളക് സ്ക്വീസ് ചെയ്യുക, ലെമൺ,
എന്നിട്ട് നമ്മൾ ഇഞ്ചി, ഒരു തുള്ളി വെളുത്തുള്ളി ഇതെല്ലാം ചെയ്ത് നമ്മൾ ആ സോസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് നല്ല ചൂട് പറക്കണ ബീഫ് മന്തിയും ഈ സോസ് ഒഴിച്ച് സ്പൈസി ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു പ്ലേറ്റിലേക്ക് നമുക്കിതിനെ മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ എത്ര മനോഹരമായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കും ഇത് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് മന്തിയാണിത്. സ്പൈസ് പൊടിച്ച് വെക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ.